അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാത്തുമ്മ എണീച്ചിട്ടുണ്ട്. എണീച്ചപ്പോൾ അതുപോലെ തന്നെ കട്ടിലിൽ കിടന്ന് കുറച്ച് നേരമൊക്കെ കളിച്ച ആൾ. പിന്നെ ഞാൻ രാവിലെ നല്ല ഒരു ചൂട് കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ട്. കാരണം സൗണ്ട് അത്ര ഓക്കെ അല്ല, തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. കാത്തുവാണെങ്കിൽ ഇതാ പുതിയൊരു അടവ് ഇറക്കിയിട്ടുണ്ട്. അവളെ എടുക്കാൻ വേണ്ടി ചുമ്മാ അവൾ കണ്ണടച്ച് വെച്ച് ഇങ്ങനെ ആക്ട് ചെയ്യും. കരയുന്നതൊന്നുമല്ല, ചുമ്മാ ഒരു സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ച് കരയുന്നതൊക്കെ കാണിക്കും. അപ്പോഴത്തേക്കും അമ്മ നല്ല ചൂട് ചായയൊക്കെ ഇട്ടു. പിന്നെ ചായയും കുടിച്ചു. അപ്പാപ്പൻ വന്നപ്പോൾ കാത്തുമോളതാ നേരെ അപ്പാപ്പൻ്റെ അടുത്ത് പോയി. അപ്പം ഞാൻ വെളിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ കാത്തുവിന് അപ്പം എൻ്റെ കയ്യിൽ വരണം. അങ്ങനെ കാത്തുവിനെ കൊണ്ട് കുറച്ച് നേരമൊക്കെ നടക്കാൻ ഇറങ്ങി. ഇന്ന് നടന്നങ്ങ് റോഡ് വരെ അങ്ങ് പോയി. പിന്നെ അവിടെ പോയി വണ്ടിയൊക്കെ പോകണം നോക്കിക്കൊണ്ടൊക്കെ നിന്നു. കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. കാത്തുവിനാണെങ്കിൽ നേരെ കൊണ്ട് കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ കിടക്കും. കുറച്ച് നേരം മാത്രമേ കിടക്കുള്ളൂ. പിന്നെ ഞാൻ നേരെ അങ്ങ് ഉറക്കാൻ നോക്കി. കാരണം സെക്കൻഡ് ട്രിപ്പ് ഉറങ്ങാനുള്ള സമയമായിരുന്നു. അങ്ങനെ കാത്തുവിനെ ഉറക്കിയിട്ട് ഞാൻ നേരെ കാപ്പി കുടിക്കാൻ പോയിട്ടുണ്ട്. ഇന്ന് ഇഡലി സാമ്പാറുമായിരുന്നു. നല്ല സാമ്പാറായിരുന്നു, നല്ല ഇഡലിയുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കാത്തുവിനുള്ള കുറുക്കുണ്ടാക്കി, കുറുക്ക് കൊടുത്തു, കാത്തുവിനെ കുളിപ്പിച്ചു. പിന്നെ കുളി കഴിഞ്ഞ് വന്നാൽ നല്ലൊരു ലോഷൻ, അതായത് സെബാമെഡിൻ്റെ ഒരു ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്തു. കാത്തു നല്ല ഉറക്കമായി. അങ്ങനെ കാത്തുവിൻ്റെ കാര്യമെല്ലാം ഓക്കെ ആക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി. ഇത് നമ്മളെ വീട്ടിൽ പിടിച്ച കോവയ്ക്കാണ്. ഇന്ന് കുറച്ച് കോവയ്ക്കൊക്കെ പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തന്നെ ഇട്ട് കുടിച്ചു. തൊണ്ടവേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഈ ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എൻ്റെ മുന്നേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാപ്പിയും കുടിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ കാത്തും ഉറക്കം എണീച്ച്. കൂടിപ്പോയ ഒരു 5-10 മിനിറ്റ്, അതിൽ കൂടുതൽ കാത്തു ഉറങ്ങിയതേ ഇല്ല. കാത്തുവിനെ ആണെങ്കിൽ പാവിരിച്ച് തറയിൽ കിടത്തി. അവളെന്തായാലും അവിടെ കിടന്ന് കളിച്ചോളും. അങ്ങനെ ഒരു നെത്തോലി തോര ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈസി റെസിപ്പിയാണ്. പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊക്കെ എന്തൊക്കെയോ കാണിച്ചു. അതിൽ കൂടെ തന്നെ ഇട്ട് പിരവിയൊക്കെ എടുത്തു. അങ്ങനെ പെട്ടെന്ന് ഒരു തോരൻ അങ്ങ് ഉണ്ടാക്കി. അതും ഉണ്ടാക്കിയിട്ട് നേരെ പിന്നെ കാത്തുമ്മയായിട്ടൊക്കെ പോയി കിടന്നു. കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്നിട്ട് നേരെ കാത്തുവിനെ ഉറക്കിയിട്ടുണ്ട്. കാരണം അടുത്ത പരിപാടി ഇനി അവിടെ കിടക്കുകയാണ്. അങ്ങനെ കാത്തുവിനെയൊക്കെ ഉറക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിച്ച് വെച്ച് കോവയ്ക്കൊക്കെ എടുത്ത് നല്ലൊരു വിഴുക്കൊക്കെ വരട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നമ്മുടെ ചോറും നെത്തോലി തോരനും കോവയ്ക്ക വിഴുക്ക് വരട്ടിയതും നല്ല കണ്ണുമാങ്ങ അച്ചാറും പിന്നെ ഉപ്പിലിട്ട് നെല്ലിക്കയൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട് നെല്ലിക്കയൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിച്ച് അപ്പം തന്നെ ഒരു 2 മണിയായി കാണും. എന്തായാലും ഇന്നും താമസിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.